രാജ്യങ്ങൾക്ക് ഇനി ഗൾഫ് സംരക്ഷണം നൽകില്ല. സന്ദേശവുമായി ഇറാൻ പരമോന്നത നേതാവ്. മിഡിൽ ഈസ്റ്റിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു സാധ്യമായ ചട്ടക്കൂടിനെ കുറിച്ച് ടെഹ്റാനും വാഷിംഗ്ടണും ചർച്ചകൾ തുടരുമ്പോഴും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇനി അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് ഒരു കവചമായി പ്രവർത്തിക്കില്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് മുസ്തഫ ഖമേനി മുന്നറിയിപ്പ് നൽകി. ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ പ്രസിദ്ധീകരിച്ചതും AFP ഉദ്ധരിച്ചതുമായ ഒരു ലിഖിത ഈദ് അൽ അദ്ഹ സന്ദേശത്തിൽ മുസ്തഫ ഖമേനി പറഞ്ഞു, ഇക്കാര്യത്തിൽ ഉറപ്പുള്ളത് കാലത്തിന്റെ കൈകൾ പിന്നോട്ട് തിരിയില്ല എന്നതാണ്. കൂടാതെ മേഖലയിലെ രാഷ്ട്രങ്ങളും ദേശങ്ങളും ഇനി അമേരിക്കൻ താവളങ്ങൾക്ക് കവചമായി പ്രവർത്തിക്കില്ല. മേഖലയിലെ സ്വാധീനം അമേരിക്കയ്ക്ക് ക്രമാനുഗതമായി നഷ്ടപ്പെട്ടു വരികയാണെന്നും ഓരോ ദിവസം കഴിയും തോറും അതിന്റെ മുൻ പദവിയിൽ നിന്നും കൂടുതൽ അകന്നു പോവുകയാണെന്നും ഖമേനി പറഞ്ഞു. ഗൾഫ് മേഖലയിൽ അമേരിക്കയ്ക്ക് സുരക്ഷിത താവളങ്ങൾ ഉണ്ടാകില്ലെന്ന് ഇറാൻ നേതാവ് പറഞ്ഞതായി ഖമേനിയുടെ ടെലിഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്ത അഭിപ്രായങ്ങളെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തു. കാലത്തിന്റെ കൈകൾ പിന്നോട്ട് തിരിയില്ല. മേഖലയിലെ രാഷ്ട്രങ്ങളും പ്രദേശങ്ങളും ഇനി അമേരിക്കൻ താവളങ്ങൾക്ക് ഒരു കവചമായി പ്രവർത്തിക്കില്ല. തിന്മയ്ക്കോ മേഖലയിൽ സൈനിക താവളങ്ങൾ സ്ഥാപിക്കുന്നതിനോ അമേരിക്കയ്ക്ക് ഇനി സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാകില്ല എന്നും ഖമേനി പറഞ്ഞതായി റിപ്പോർട്ടിൽ പറയുന്നു. 14 പോയിന്റ് ധാരണാപത്രത്തിൽ ചർച്ച ചെയ്ത നിരവധി വിഷയങ്ങളിൽ നിഗമനങ്ങളിൽ എത്തിയതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഗായ് തിങ്കളാഴ്ച പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അന്തിമ കരാർ ഉടൻ ഉണ്ടാകില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. റോയിട്ടേഴ്സ് പറയുന്നതനുസരിച്ച് ചർച്ച ചെയ്യപ്പെടുന്ന ചട്ടക്കൂട് യുദ്ധം അവസാനിപ്പിക്കുന്നതിലും US നാവിക ഉപരോധം നീക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പകരമായി ടെഹ്റാൻ ഹോർമുസ് കടലിടുക്കിലൂടെ സംരക്ഷിതമായ ഗതാഗതം ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിക്കും. യുദ്ധം താൽക്കാലികമായി നിർത്താനും വിശാലമായ ഒരു കരാർ പിന്തുടരാൻ ചർച്ചക്കാർക്ക് 60 ദിവസത്തെ സമയം നൽകാനും കഴിയുന്ന ഒരു മെമ്മോറാണ്ടത്തിലേക്കുള്ള പുരോഗതി ഇരുപക്ഷവും സൂചിപ്പിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ട് കൂട്ടിച്ചേർത്തു. ലെബനൻ US നാവിക ഉപരോധം പിൻവലിക്കൽ, ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കൽ, ഇറാന് സമീപമുള്ള പ്രദേശങ്ങളിൽ നിന്നും US സേനയെ പിൻവലിക്കൽ, ടെഹ്റാന്റെ അന്താരാഷ്ട്ര തലത്തിൽ എണ്ണ വിൽക്കാനുള്ള സ്വാതന്ത്ര്യം എന്നിവയുൾപ്പെടെ എല്ലാ മുന്നണികളിലെയും പോരാട്ടം അവസാനിപ്പിക്കുക എന്നിവ സാധ്യമായ ചട്ടക്കൂടിൽ ഉൾപ്പെടുമെന്ന് മുതിർന്ന ഇറാനിയൻ നയതന്ത്രജ്ഞൻ ഹൊസൈൻ നൂഷാബാദി പറഞ്ഞതായി റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും ഇറാന്റെ കരടിൽ അവരുടെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രതിബദ്ധതകൾ ഉൾപ്പെടുത്തിയിട്ടില്ലെന്നും നൂഷാബാദി പറഞ്ഞു. ഇറാന്റെ ആണവ അഭിലാഷങ്ങൾ, ഉപരോധങ്ങളിൽ ഇളവ്, ബാലിസ്റ്റിക് മിസൈൽ ശേഷികൾ, ലെബനനിലെ ഹിസ്ബുള്ള പോലുള്ള ഇറാനിയൻ പിന്തുണയുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടുന്ന പ്രാദേശിക സംഘർഷങ്ങൾ എന്നിവയിൽ ഇരുപക്ഷവും തമ്മിൽ കാര്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു. അമേരിക്കൻ നാവിക ഉപരോധം നീക്കുന്നതിനും ടെഹ്റാനിലെ അത്യധികം സമ്പുഷ്ടമായ യുറേനിയം ശേഖരം നീക്കം ചെയ്യുന്നതിനും പകരമായി ഹോർമുസ് കടലിടുക്ക് വീണ്ടും തുറക്കാൻ ഇറാൻ തത്വത്തിൽ സമ്മതിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടത്തിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഹോർമുസ് കടലിടുക്കിന്റെ മാനേജ്മെന്റിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇറാനും ഒമാനും തമ്മിൽ ഇപ്പോഴും ചർച്ചയിലാണെന്നും ബഗായി പറഞ്ഞു. ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ കൗൺസിൽ മെമ്മോറാണ്ടം അംഗീകരിച്ചാൽ അന്തിമ അംഗീകാരത്തിനായി അത് മുസ്തഫ ഖമേനിക്ക് അയക്കുമെന്നും ഏജൻസി അറിയിച്ചു. നിർദ്ദിഷ്ട കരാറിന്റെ വിശാലമായ രൂപരേഖ ഖമേനി ഇതിനകം അംഗീകരിച്ചിട്ടുണ്ടെന്ന് വാഷിംഗ്ടൺ വിശ്വസിക്കുന്നുവെന്നും ഒരു മുതിർന്ന US ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. കരയിലും കടലിലും ആകാശത്തും മിസൈൽ ഡ്രോൺ ശേഷികൾ ഉപയോഗിച്ച് അമേരിക്കയെയും ഇസ്രായേലിനെയും ലക്ഷ്യമിട്ടിട്ടുണ്ടെന്നും ഖമേനി അവകാശപ്പെടുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക സന്ദേശം ഇറാനിയൻ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്തു. ഇറാൻ ഇന്റർനാഷണൽ അഭിപ്രായത്തിൽ മേഖലയിലും ലോകത്തും ഒരു പുതിയ ക്രമം രൂപപ്പെടുത്തുന്നതിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ശേഷികളും താൽപര്യങ്ങളും മേഖലയിലെ രാജ്യങ്ങൾ പങ്കിട്ടിട്ടുണ്ടെന്നും സന്ദേശം കൂടുതൽ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.